ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഏപ്രിൽ 20 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ എത്ര ഫൈറ്റർ പൈലറ്റ്മാരുടെ പേരുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്? ഉത്തരം 4. പാലക്കാട് നെന്മാറ സ്വദേശിയും വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രയാഗ്രാജ് സ്വദേശി അങ്കദ് പ്രതാപ്, ചെന്നൈ സ്വദേശി അജിത് കൃഷ്ണൻ, വിംഗ് കമാൻഡർ ലക്നൗ സ്വദേശി ശുഭാംശു ശുക്ല എന്നിവരുടെ പേരുകളാണ് തിരുവനന്തപുരം VSSCയിൽ നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. 2025 അവസാനത്തോടെ പ്രതീക്ഷിക്കുന്ന ദൗത്യത്തിൽ ഇവരിൽ 3 പേർക്കാകും ബഹിരാകാശത്ത് എത്താൻ കഴിയുക. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. 1984 ഏപ്രിൽ 3 മുൻ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് പേടകത്തിൽ അദ്ദേഹം സല്യൂട്ട് 7 ബഹിരാകാശ നിലയത്തിലെത്തി. പാകിസ്ഥാന്റെ എത്രാമത് പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ് വീണ്ടും ചുമതലയേറ്റത്? ഉത്തരം 23. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം അധ്യക്ഷനായ ഷഹബാസ് പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണയോടെ 201 വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ 2022 ഏപ്രിലിൽ പുറത്താക്കിയ ശേഷം 2023 ഓഗസ്റ്റ് 13 വരെ ഷഹബാസ് ആയിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത? ഉത്തരം ജസിന്ത കല്യാൺ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിച്ച ബോട്ട് UPയിലെ വാരണാസിയിൽ കടത്തു സർവീസിനായി ഉപയോഗിക്കും. ഹരിത നൗക പദ്ധതി പ്രകാരമാണ് ബോട്ട് നിർമ്മിച്ചത്. രാജ്യത്തെ ഏത് വിമാനത്താവളത്തിനാണ് അടുത്തിടെ 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത്? ഉത്തരം ജാംനഗർ. റിലയൻസ് കമ്പനി ഉടമ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹത്തിന് വിദേശ അതിഥികളുടെ സൗകര്യ വിമാനങ്ങൾ എത്തുന്നത് പരിഗണിച്ചാണിത്. ലോക കേൾവി ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 3. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസ് നേടിയത്? ഉത്തരം സന ഇർഷാദ് മട്ടു. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പുലിറ്റ്സർ സമ്മാനം നേടിയ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റായ സന കാശ്മീർ സ്വദേശിയാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം പട്ന. പട്ന സർവകലാശാല ക്യാമ്പസിൽ ഗംഗാ തീരത്താണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഗംഗയിലെ ഡോൾഫിനുകളുടെ ഭക്ഷണരീതി, പെരുമാറ്റം, അതിജീവന ശേഷി തുടങ്ങിയ വിഷയങ്ങളിൽ നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെന്ററിൽ പഠന ഗവേഷണങ്ങൾ നടക്കും. 2024 മാർച്ച് 5 അന്തരിച്ച ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവ്? ഉത്തരം ദളിത് ബന്ധു NK ജോസ്. 140-ലേറെ കൃതികളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. ദളിത് പഠനങ്ങൾക്കും ചരിത്ര രചനയ്ക്കും നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ച് 1990-ൽ ദളിത് സംഘടനകൾ ദളിത് ബന്ധു എന്ന വിശേഷണം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ജയപ്രകാശ് നാരായണന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരുടെ ആദിമ ചരിത്രം, വൈക്കം സത്യാഗ്രഹം ഒരു പ്രഹേളിക, പുലയ ലഹള, ക്രൈസ്തവ ദളിതർ, കറുത്ത കേരളം, ഭാരതത്തിലെ ക്രിസ്തുമതം തുടങ്ങിയവയ്ക്ക് പുറമെ അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, പാമ്പാടി ജോൺ ജോസഫ് തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങളും രചിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല? ഉത്തരം MG സർവകലാശാല. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം?
ഉത്തരം കൊച്ചി. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തേകാൻ പുതുതായി സജ്ജമായ ഹെലികോപ്റ്ററുകളുടെ പേര്. ഉത്തരം ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രൺ 334. യുഎസിൽ നിന്ന് വാങ്ങുന്ന 24 ഹെലികോപ്റ്ററുകളിൽ 6 എണ്ണമാണ് ഇന്ത്യയിൽ ഇതിനകം എത്തിയത്. സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് കോപ്റ്ററുകൾ. മാർച്ച് 6-ന് കൊച്ചിയിലെ ദക്ഷിണ മേഖലാ നാവിക ആസ്ഥാനത്താണ് ഹെലികോപ്റ്റർ കമ്മീഷൻ ചെയ്തത്. ബ്ലൂംബർഗിന്റെ കോടീശ്വര പട്ടിക പ്രകാരം ലോകത്തെ പുതിയ 1-ാം നമ്പർ സമ്പന്നൻ ആരാണ്? ഉത്തരം ജെഫ് ബെസോസ്. 2021 ജനുവരി 1 മുതൽ 1-ാം സ്ഥാനം വഹിച്ചിരുന്ന ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെയാണ് ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് പിന്തള്ളി 1-ാമനായത്. $20,000 കോടി ആണ് ബെസോസിന്റെ ഇപ്പോഴത്തെ ആസ്തി. 2-ാം സ്ഥാനക്കാരനായ മസ്കിന്റെ ആസ്തി $19,800. ആഡംബര ബ്രാൻഡായ ലൂയി വിറ്റന്റെ മാതൃക കമ്പനിയായ LMVHന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ബെർണാർഡ് അർനോയാണ് 3-ാമൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി 11-ാമതും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി 12-ാമനുമാണ്. ഏതു മുൻ ലോക ചെസ് ചാമ്പ്യനെയാണ് റഷ്യൻ സർക്കാർ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം ഗാരി കാസ്പറോവ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകനാണ് കാസ്പറോവ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിനെതിരെ ഒട്ടേറെ തവണ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച യു കലാനാഥൻ ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ഉത്തരം യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവ്. ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ, ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്ര ആഭാസമോ, മതം സാമൂഹിക പുരോഗതിയുടെ ശത്രു, ഇസ്ലാം മതവും യുക്തിവാദവും തുടങ്ങിയ കൃതികൾ രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ IT മന്ത്രാലയം സംഘടിപ്പിച്ച ഭാഷിനി ഗ്രാൻഡ് ഇന്നോവേഷൻ ചാലഞ്ചിൽ 1-ാം സ്ഥാനം നേടിയ കമ്പനി? ഉത്തരം ടെക് ജനീഷ്യ. ആലപ്പുഴ സ്വദേശി ജോയ് സെബാസ്റ്റ്യൻ സിഇഒ ആയ കമ്പനിക്ക് 50 ലക്ഷം രൂപയും സർക്കാർ പദ്ധതികളുടെ കരാറുമാണ് സമ്മാനമായി ലഭിക്കുക. രാജ്യത്തെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ വീഡിയോ കോൺഫറൻസിൽ ഒന്നിക്കുമ്പോൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും എഴുതിയാലും അവർ തിരഞ്ഞെടുക്കുന്ന ഭാഷയിൽ കേൾക്കുന്നതിനും കാണുന്നതിനുമുള്ള സംവിധാനമാണ് ടെക് ജനീഷ്യ വികസിപ്പിച്ച മൾട്ടിലിംഗ്വൽ വെബിനാർ സോഫ്റ്റ്വെയർ. ഇതിൽ പരിഭാഷകന്റെ ആവശ്യമില്ല. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.